ഫ്രണ്ട്സ്, ഓട്ടോമാസ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് റിറ്റ്സ് കാറിൻ്റെ AC-യുടെ ബ്ലോവർ മോട്ടോർ എങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ റിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് മോട്ടർ ഇളക്കിയത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് റിപ്പയറബിൾ. അതിൻ്റെ ആർമേച്ചറിൻ്റെ കമ്മ്യൂട്ടേറ്റർ തേയ്മാനം വന്ന് തീർന്നു പോയതുകൊണ്ട് നമുക്കത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതിനെ പറ്റിയാണ് കാണിക്കുന്നത്. ഇപ്പം റിറ്റ്സ് കാറിൻ്റെ ബ്ലോവർ മോട്ടർ ഇരിക്കുന്നത് AC കൺസോളിൻ്റെ സൈഡിൽ റൈറ്റ് സൈഡിലായിട്ടാണ്. അത് നമുക്ക് വെളിയിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ അടി കിടന്ന് ഒരുപാട് ഡീപ്പ് ഇൻസൈഡിലായിട്ടാണ് അത് കാണുന്നത്. അതുകൊണ്ട് അത് ഇളക്കണമെന്നുണ്ടെങ്കിൽ ഡാഷ്ബോർഡിൻ്റെ കൺസോൾ മൊത്തം ഇളക്കണം. അതുകൂടാതെ ആ ഫ്രെയിം ഇളക്കണം. അതുകൂടാതെ ക്ലച്ച് പെഡൽ, ബ്രേക്ക് പെഡൽ, ആ ഭാഗങ്ങളെല്ലാം ഇളക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ഊരിയെടുക്കാൻ പറ്റും. അങ്ങനെ എടുത്തതിന് ശേഷം നമ്മളത് റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആക്ച്വലി ഇത് കാർ വന്നപ്പോൾ AC-യുടെ കംപ്ലയിൻറ്റ് ബ്ലോവർ മോട്ടർ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാണ് വന്നത്. നമ്മൾ ചെക്ക് ചെയ്തപ്പം ബ്ലോവർ മോട്ടറിലേക്കുള്ള സപ്ലൈ എല്ലാം വരുന്നുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് ഇളക്കിയെടുക്കാൻ ശ്രമിച്ചതാണ്, ഇളക്കിയെടുത്ത് റിപ്പയർ ചെയ്യാൻ ശ്രമിച്ചതാണ്. പക്ഷേ റിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതിനെ പറ്റിയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇളക്കിയെടുത്ത് നമ്മൾ വെളിയിൽ കൊണ്ടുവന്നു, ഡയറക്റ്റ് കറണ്ട് കൊടുത്ത് ചെക്ക് ചെയ്തു. അപ്പോഴത് വർക്ക് ചെയ്യുന്നില്ല. കറങ്ങുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല, ജാമൊന്നുമില്ല. നേരത്തെ ഒരു മോട്ടറിൻ്റെ കാര്യം പറഞ്ഞ മാതിരി ഇതിന് പ്രശ്നമൊന്നുമില്ല, അത് കറങ്ങുന്നൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ അത് ഡയറക്റ്റ് കൊടുത്ത് ചെക്ക് ചെയ്തപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ അത് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. കറണ്ട് കൊടുത്ത് ചെക്ക് ചെയ്തപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് മൊത്തത്തിൽ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ കറുത്ത് കാണുന്ന ഭാഗം ഒരു കവറാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറാണ്. അതിൻ്റെ മോട്ടറിൻ്റെ മെറ്റൽ ഭാഗം ആ പ്ലാസ്റ്റിക്കിൻ്റെ കവറിനോട്ട് കയറ്റി പ്രസ് ചെയ്തിട്ട് മേളിലൊരു സ്ക്രൂ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ആ സ്ക്രൂ ഊരി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് അത് തട്ടി ഊരിയെടുക്കാം. അത് ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ ബെഞ്ച് വയസ്സിലോട്ട് വെച്ചിട്ട് രണ്ട് സൈഡിലോട്ടും വെച്ചിട്ട് സെൻറ്റർ ഭാഗം താഴോട്ട് വരത്തക്ക രീതി വെച്ച് മേളിൽ നിന്ന് ഒരു 2 മുട്ടിയാൽ ഊരി ഇങ്ങ് പോരാനുള്ളതേ ഉള്ളൂ. വളരെ സിമ്പിളാണിത്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഇതേമാതിരി മുകളിൽ നിന്ന് 4 തട്ട് അങ്ങനെ തട്ട് വരുമ്പോൾ കുറച്ച് വെളിയിലോട്ട് ഊരി വരും. അങ്ങനെ ഊരി ആ മോട്ടറിൻ്റെ ഭാഗം മാത്രമായിട്ട് വെളി വരും. അതിനുശേഷം ഈ മോട്ടറിൻ്റെ 2 സൈഡും, അതായത് സെൻറ്ററിൽ ആ സ്റ്റീൽ കളർ കാണുന്ന ഭാഗം ഒഴിച്ച് മുകളിലത്തെ ഒരു ഭാഗം ബ്രഷ് ഹോൾഡറും മറ്റേ സൈഡ് ബുഷിൻ്റെ ഭാഗവുമാണ്. നമ്മളത് ഇളക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വയസ്സിൽ പിടിപ്പിച്ചിട്ട് അതിൻ്റെ ഒരു ലോക്കുണ്ട്. 2 സൈഡിലും ആ ബ്രഷിൻ്റെ ഹോൾഡറും അല്ലെങ്കിൽ ആ ബുഷിൻ്റെ ഭാഗവും ആ സെൻറ്ററിലെ മെറ്റ പീസുമായിട്ട് വെച്ചിട്ട് ബെൻഡ് ചെയ്ത് മടക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ ടാബ് 2 സൈഡിലും കാണാതെ ആ ടാബ് നമ്മൾ ഇളക്കിയിട്ട് വേണം അത് ഊരിയെടുക്കാൻ. അത് 2-3 രീതിയിൽ ഇളക്കാം. ഇതുപോലെ വൈസ് ഗ്രിപ്പ് പ്ലെയർ കൊണ്ട് വലിച്ച് നൂത്ത് അത് ലെവൽ ചെയ്തിട്ട് ഊരിയെടുക്കാം. അതല്ലെങ്കിൽ ചെറിയ ചുറ്റിയോ ചെറിയ സ്ക്രൂ ഡ്രൈവറോ ചെറിയ പഞ്ചോ കൊണ്ട് തട്ടി നൂർത്തിട്ട് വേണമെങ്കിൽ ഊരിയെടുക്കാം. അത് കാണുമ്പോൾ മനസ്സിലാകും അത് പെട്ടെന്ന് അതെങ്ങനെയാണ് ഊരിയെടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ക്ലോസപ്പ് കാണിക്കാൻ പറ്റിയില്ല എങ്കിൽ തന്നെ അത് നമുക്ക് ഇങ്ങനെ ഈ രീതിയിൽ കൂടെ ഊരിയെടുക്കാം. അത് 2 സൈഡും ഇതേമാതിരി മടക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യം ഒരു സൈഡ് ഊരിയിട്ട് ആർമേച്ചർ വെളിയിൽ എടുത്തിട്ട് ചെക്ക് ചെയ്യണം. കാരണം ബ്രഷ് പോയിട്ടുണ്ടോ, മറ്റ് ആർമേച്ചർ എന്തെങ്കിലും കുഴപ്പമുണ്ടോ. ഇതിപ്പം കറണ്ട് വരുന്നുണ്ട് എന്നിട്ടും കറങ്ങാത്തതാകുമ്പോൾ 2 കാരണങ്ങളാണ്. ഒന്ന്, ബ്രഷ് തീർന്നിരിക്കാം. അതല്ല എങ്കിൽ ആർമേച്ചറിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇതിൻ്റെ സെൻറ്റർ ഫീൽഡ് എന്ന് പറയുന്നത് മാഗ്നറ്റാണ്. ഇപ്പോൾ എല്ലാ മോട്ടറും മാഗ്നറ്റാണ്, പെർമനൻറ്റ് മാഗ്നറ്റാണ് വരുന്നത്, കോയിലൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊന്നും കുഴപ്പം വരാൻ വഴിയില്ല. പിന്നെ വരാൻ സാധ്യതയുള്ള ഇതാണ് ബ്രഷ് തീർന്നിരിക്കുക, അല്ലെങ്കിൽ ആർമേച്ചറിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മളിത് ഇളക്കിയെടുത്തു, വെളിയിലെടുത്തു. ഇനിയിപ്പം ആർമേച്ചറിൻ്റെ 2 സൈഡിലും ലോക്കൊക്കെ ഉണ്ട്. ആ ലോക്കൊക്കെ എടുത്തിട്ട് വേണം ഇത് നമുക്ക് ഊരിയെടുക്കാം. ലോക്കുണ്ട്, ചെറിയ വാഷറുകളുണ്ട്. അതെല്ലാം ഊരി മാറ്റിയിട്ട് വേണം നമുക്ക് ഇത് ആർമേച്ചർ ഒക്കെ സ്പ്ലിറ്റ് ചെയ്ത് വെളിയിലെടുക്കാൻ. ഇതിപ്പോൾ ഇങ്ങനെ ആർമേച്ചർ അതിലോട്ട് പിടിച്ച് മേപ്പോട്ട് പൊക്കിയാൽ ഇതിങ്ങ് ഊരിപ്പോരും. അപ്പോൾ ആർമേച്ചർ നമ്മൾ ഇളക്കി നോക്കിയപ്പോഴാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ ആർമേച്ചറിൻ്റെ സെഗ്മെൻറ്റ് തേഞ്ഞ് തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിപ്പം ബ്രഷിനൊന്നും വലിയ കുഴപ്പമില്ല, ഒരു ഹാഫ് ബ്രഷൊക്കെ ഉണ്ട്. അത് ആ കണ്ടീഷനിലും ബ്രഷ് വർക്ക് ചെയ്യണം. പക്ഷേ ഇതിപ്പോൾ ആർമേച്ചറിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇത് വർക്ക് ചെയ്യാതെ വന്നത്.
ഈ ആർമേച്ചർ വേണമെങ്കിൽ നമുക്ക് റിപ്പയർ ചെയ്യാം. കമ്മ്യൂട്ടേറ്റർ പുതിയത് വാങ്ങിച്ച് റീപ്ലേസ് ചെയ്തെടുത്താൽ മതി. 700 രൂപയ്ക്കകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആർമേച്ചർ റിപ്പയർ ചെയ്തെടുക്കാം. ബ്രഷും എല്ലാം കൂടെ മാത്രം കൂടി വന്നാൽ ഒരു 800 രൂപ, 900 രൂപ, അല്ലെങ്കിൽ 1000 രൂപ മാക്സിമം ആവും ഇതിൻ്റെ റിപ്പയറിംഗ് എന്ന് പറയുന്നത്. പക്ഷേ പുതിയ മോട്ടറിന് ഒരു 2500, 2600 അല്ലെങ്കിൽ ഒരു 3000 കിട്ടാനുണ്ട്. അപ്പോൾ 1000 റുപ്പീസ് മുടക്കി റിപ്പയർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരു 2500 അല്ലെങ്കിൽ 2600 രൂപ മുടക്കി നമ്മൾ പുതിയ വാങ്ങിച്ച് പിടിപ്പിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് ഇപ്പം നമ്മൾ കൺക്ലൂഷനിലെത്തിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ റിപ്പയറിങ് ചെയ്യുന്നില്ല. നമ്മൾ പുതിയ മോട്ടർ വാങ്ങിച്ച് അസംബ്ലി മൊത്തത്തിൽ വാങ്ങിച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഈ സെഗ്മെൻറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ആർമിച്ചറിൻ്റെ വയർ കണ്ടാൽ അറിയാം. ആർമിച്ചറിനെ പറ്റി അറിയാവുന്നവർക്കറിയാം. ആ ആർമിച്ചറിൻ്റെ വയറിൻ്റെ കണക്ഷൻ സെഗ്മെൻറ്റിലോട്ട് വന്നിട്ട് ആ സെഗ്മെൻറ്റ് ബ്രഷ് ആ സെഗ്മെൻറ്റിൻ്റെ മേളിൽ കൂടെ കറങ്ങുമ്പോഴാണ് അല്ലെങ്കിൽ ഓടുമ്പോഴാണ് ഇതിന് കണക്ഷൻ കിട്ടിയിട്ട് ഇത് റൊട്ടേറ്റ് ആകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ കാണാം, അത് കറുത്ത ഭാഗത്ത് കാണാം, അതായത് ആ ചെമ്പ് ഭാഗം തേഞ്ഞു പോയിട്ട് ഉള്ളിലെ മൈക്കയുടെ ഭാഗം തെളിഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ടാണ് ബ്രഷിൻ്റെ കണക്ഷൻ കിട്ടാത്തത്. അപ്പം ബ്രഷിൻ്റെ കണക്ഷൻ കിട്ടാവുന്ന കറങ്ങത്തില്ല. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സോൾഡറിങ് പിടിച്ചിട്ട് ആ പിന്നെ ഈ കമ്മ്യൂട്ടേറ്ററിൻ്റെ സെഗ്മെൻറ്റ്, അതായത് കമ്മ്യൂട്ടേറ്റർ മൊത്തത്തിൽ ആ റൗണ്ട് ഈ മെറ്റൽ പീസ് കാണുന്നത്, കോപ്പർ പീസ് കാണുന്നത്, ആ പീസ് കാണുന്ന ഭാഗം ഊരിയെടുത്തിട്ട് നമുക്ക് വേറെ കയറ്റി ഇട്ടിട്ട് സോൾഡർ ചെയ്ത് ശരിയാക്കാം. അതിനൊരു അങ്ങോട്ട് 800, 900 രൂപ അല്ലെങ്കിൽ 1000 രൂപ ആകുമായിരിക്കും. എനിവേ, അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ അത് അങ്ങനെ റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. കസ്റ്റമർ ഈസ് വില്ലിങ് ടു ചേഞ്ച്, സോ വി ആർ ഗോയിങ് ടു റീപ്ലേസ് ഇറ്റ്. ഇതാണിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ബ്രഷൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാറ്റി ഇത് റിപ്പയർ ചെയ്യാം. അതിനെപ്പറ്റിയാണ് ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. റിപ്പയറബിൾ ആണ്, പക്ഷേ കസ്റ്റമർ ഇസ് നോട്ട് വില്ലിങ് ടു റിപ്പയർ. അതുകൊണ്ട് നമ്മൾ പുതിയത് വാങ്ങിച്ച് റീപ്ലേസ് ചെയ്യുകയാണ്. ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമയമുള്ളപ്പം ജോലി വേറെ പണിയൊന്നും ഇല്ലായിരിക്കും സമയത്ത് റിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇതാണ് പുതിയ മോട്ടർ, മാരുതി റിറ്റ്സിൻ്റെ ജെനുവിൻ മോട്ടർ. 2600 റുപ്പീസാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ അത് നമ്മൾ ഇത് തിരിച്ച് പിടിപ്പിക്കാൻ പോവുകയാണ്. തിരിച്ച് പിടിപ്പിക്കുന്നത് ഇളക്കുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, അറിയാമല്ലോ. ഇത് കയറ്റി 4 സ്ക്രൂ ഇട്ട് കണക്ഷനും കൊടുത്തിട്ട് ആ ഫ്രെയിമും കയറ്റി പിടിപ്പിച്ച് പിന്നെ ഡാഷ്ബോർഡും ബാക്കിയുള്ളതെല്ലാം ആഴ്ച മാറ്റി അങ്ങ് തിരിച്ച് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ പരിപാടി കഴിയും. അപ്പം റിറ്റ്സിൻ്റെ മോട്ടറിൻ്റെ റിപ്പയറിനെ പറ്റിയുള്ളൊരു എക്സ്പ്ലനേഷനും റീപ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുമാണ് ഇപ്പോൾ നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.